താങ്ക് യു താങ്ക് യു താങ്ക് യു. ലേശം വഴി തന്നെ. അവനെന്റെ അടുത്ത സുഹൃത്താ. ഞാൻ സ്ഥിരമായി നീലിമ ഉപയോഗിക്കുന്നത്. ഹിന്ദി में बोलो. ഹം സ്ഥിരമായി നീലിമ ഉപയോഗകർത്താവും. अच्छा. അയ്യോ, അച്ഛൻ സോപ്പൊന്നും ഉപയോഗിക്കില്ല. ചെറുപയറിന്റെ പൊടിയാ. ये क्या है? പയറുപൊടി. കൃഷ്ണ, ഞാൻ അവന്റെ കൂടെ ചെല്ലട്ടെ. നമസ്തേ ജി. നമസ്തേ. अगर आदमी हो तो ऐसा. വരട്ടെ 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 വരട്ടെ. റൈറ്റ് റൈറ്റ് റൈറ്റ്. വലത്തോട്ട് അങ്ങനെ വരട്ടെ വരട്ടെ. ഇറക്കി വരട്ടെ. ഞാൻ കേറിട്ടില്ല. ബ്രേക്ക് ചെയ്യട്ടെ. ഞാൻ കേറില്ല. എന്റെ ദൈവമേ, എന്നെ കേട്ടാണോ പോയല്ലോ. ഹലോ, ദാ എന്താ കിടക്കുന്നത് നോക്കി. അതൊരു കാറ്, അല്ലാതെന്താ? അവിടെയല്ല, ഇവിടെ. വെറും കാറല്ല, നമ്മുടെ കാറാ. നമ്മുടെ കാറോ? അതെ, ഒന്നാം സമ്മാനമല്ലേ കിടക്കുന്നത്. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? കുട്ടി അന്ന് എനിക്ക് തന്ന കാലിക്കവറില്ലേ, അത് അയച്ചിട്ട് കിട്ടിയ ഒന്നാം സമ്മാനമായത്. അപ്പൊ പിന്നെ നമ്മുടെ കാറല്ലേ. അതുകൊണ്ട് കുട്ടി വേണം ആദ്യം ഇതിനകത്ത് കയറാൻ, പ്ലീസ്. വെരി സോറി, ഞാൻ തൽപ്പ തിരക്കുണ്ട്. ഇയാള് പോയെ. എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെ പോലും കേറ്റാതെ നേരെ ഇങ്ങോട്ട് വന്നതേ തന്നെ ഇതിനകത്ത് ആദ്യം കേറ്റാനാ. പ്ലീസ്. നടക്കില്ല. നടക്കണ്ട, വെറുതെ അതിനകത്തൊന്ന് ഇരുന്നാ മതി. പോട്ടടി, നീ വാ. താങ്ക് യു. അല്ല കുട്ടി, അപ്പൊ കേറുന്നില്ലേ? ഇല്ല, നമ്മള് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ അതിനെ അവളെ ശല്യപ്പെടുത്തണേ. എങ്കി മോളെ, നീ കേറും. ഈ കാറിൽ തന്നെ കേറും. സർ. ഹലോ ഹലോ, മായല്ലേ? അതെ, ആരാ? ഞാൻ എന്റെ പേര് മഹാലക്ഷ്മി. നിങ്ങളുടെ കൂട്ടുകാരിയില്ലേ ഉഷ? അവൾക്കൊരു ആക്സിഡന്റ് പറ്റി. ആശുപത്രിയില്ല, ഉടനെ വരണം. എവിടെ? ഏത് ആശുപത്രിയില്? ജനറൽ ആശുപത്രിയില്ല. ചിലപ്പം ബ്ലഡ് വേണ്ടി വരും. ആ, ഞാൻ ഉടനെ വരാം. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവളിപ്പോ വരും, വണ്ടി വിളിക്കും. ഒരു കാരണവശാലും പോരുത്. അവര് വണ്ടി കയറിയ സാറിനെന്താ? ഏടോ, അവളെന്റെ ഭാര്യ. രാവിലെ വീട്ടിൽ നിന്ന് എന്നോട് പിണങ്ങിയാ പോകുന്നത്. എന്റെ കാറിൽ കയറില്ലെന്നും പറഞ്ഞ്. അതൊന്ന് തീർക്കണ്ടേ? അതിനാ ഓട്ടം വിളിച്ചാ പോണോന്ന് ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനമാണ്. അനിയാ, നിന്റെ ഓട്ടം ഞാൻ വിളിച്ചിരിക്കുന്നു. കിഴക്കേക്കോട്ട വരെ പോയി. അതുകൊള്ള. വെള്ളയമ്പലം വരെ പോയി. ഞാൻ വളക്കട ഒരു കോയമ്പച്ചും വരാം. അതെന്തിരുന്നേ? അവിടെ എന്റെ വീട്. ഊണും കഴിക്കാം. ഇത് പോരെ സാർ, ഒരു 2 രൂപ വേണം വെയിറ്റിംഗ് ചാർജ്. എന്റെ അമ്മോ. അവള് വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓട്ടോ. വേഗം പോവും, ജനലാശുപത്രിയില്. ഓക്കെ. അല്ല, കുട്ടി എങ്ങോട്ടാ? എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. പ്ലീസ്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമോ? അയ്യോ, എന്ത് പറ്റി? പ്ലീസ്, ഒന്ന് വേഗം. ഏതാശുപത്രിയിലാണ് പോണ്ടത്? ജനറൽ ഹോസ്പിറ്റല്. വേഗം കയറൂ പ്ലീസ്. AC ഉണ്ട്. ഗ്ലാസ് കയറ്റിട്ട് തണുപ്പിക്കാം. കാസറ്റ് എടുത്താ? അല്ല, നല്ല പാട്ടുകളുണ്ട്, വേണേ കേട്ടുപോ. അയ്യോ, ഒന്ന് വേഗം പോ. ഓ, എന്താ ഇത്? എനിക്ക് ആശുപത്രിയിലാ പോണ്ടത്. സാരമില്ലെന്നേ, നമുക്ക് ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ജോളിയായിട്ട് പാട്ടും പാടി പോവാം. വാ. എന്റെ ഫ്രണ്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഡോൺ വെറി. ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനിടയ്ക്ക് തന്റെ ഫ്രണ്ടിന് യാതൊന്നും സംഭവിക്കില്ല. കമോൺ,
പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അതിനു മുമ്പ് ഞാൻ പറയുന്ന താനൊന്ന് കേൾക്കുക. ഛെ. തന്റെ ഫ്രണ്ടിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. അതെ, ഫോൺ ചെയ്തത് ഞാനാ. ഈ കാറിൽ കയറില്ല എന്ന് താൻ ഒരുപാട് വാശി പിടിച്ചപ്പോ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഞാൻ കണ്ടില്ല. കംപ്ലീറ്റ് പിണക്കവും മറന്ന് ഇനി നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം. ഏതാ വേണ്ടത്? വാനില, സ്ട്രോബെറി, പിസ്ത? യു ചീറ്റ്. താൻ ആരാണ് തന്റെ വിചാരം? പെമ്പിള്ളേരെ മുമ്പ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന വെറും ചീപ്പാ. താനിങ്ങനെ ചൂടാന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ടല്ലേ വണ്ടി ഐസ്ക്രീം പാർലർ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തിയത്? തന്നോടൊക്കെ മറുപടി പറയേണ്ട നാവും ഉണ്ടല്ലോ. ദേ ഇതുകൊണ്ട് അയ്യേ, തെറ്റില്ലേ? വർത്താനം പറയേണ്ട നാവ് കൊണ്ടല്ലേ. ഇത് കാലിടാനുള്ളല്ലേ. ഞാൻ ആരാം തനിക്ക് കാണിച്ചു തരാം. അയ്യേ, ഛെ. പാവം. എന്തിനാണ് നിന്ന് വിളിക്കുന്നേ? അമ്മേ, ദേ കേട്ടില്ല ഒരു തമാശ. പുതിയ കാറ് വരാൻ പോണെന്ന് പറഞ്ഞ് എന്തൊരു ഗമയായിരുന്നു കുമാരേട്ടന്. ഇപ്പൊ കാറ് കിട്ടിയപ്പോ കുമാരേട്ടൻ ഔട്ട്. എന്തോ മടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാറ് കിട്ടിയപ്പോ കുമാരേട്ടനെ കയറ്റാതെ മഹാദേവൻ ചേട്ടൻ ഒറ്റയ്ക്ക് അങ്ങ് ഓടിച്ചു പോയിന്ന്. നന്നായി, അവനാണ് ചുണക്കുട്ടി. അല്ലേലും കാറിലൊക്കെ കേറി ചുറ്റി അടിക്കണേലേ അതിനൊരു യോഗം വേണം. ഇയാൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. തള്ളേ, പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കൂല. താൻ എന്തോ ചെയ്യും? അമ്മേ, എടി വേണ്ടേ, ഈ പിശാചിനെ വിളിച്ചോണ്ടാവത്ത് പോകും. എന്താടാ പറഞ്ഞത്? അമ്മയെ വിളിച്ചോണ്ട് അകത്ത് പോവാൻ വാ അമ്മേ. എടോ, ഇന്നെന്നല്ല ഇനി ഒരിക്കലും തന്നെ ആ കാറി കയറ്റൂല. അതേ എന്റെ മോടെ കാറാ. അല്ലേലും നിന്റെ ജാതകത്തിലുണ്ട് കെട്ടാൻ പോകുന്ന ചെറുക്കന് കാറുണ്ടായിരിക്കുമെന്ന്. ആ, കൊള്ളാലോ തള്ളയുടെ ഒരു ആശ. മിണ്ടിപ്പോരുത്. നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വണ്ടി എടുത്തപ്പോ ബ്രേക്കില്ല. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നപ്പോ ആളെ കാണാനില്ല. എന്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് കാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അല്ലേ? അത്രക്കൊരു ബന്ധം നമ്മൾ തമ്മിലുള്ളോ? ഉള്ള പറ. മഹാദേവ, ഞാൻ ഒന്നും വേണ്ട, ഒന്നും കേൾക്കണ്ട എനിക്ക്. കുമാരേട്ടനോടൊപ്പം താമസിച്ച് കുമാരേട്ടൻ വെച്ച് വിളമ്പി തരുന്ന ഭക്ഷണം കഴിച്ച് ഒരു സ്വന്തം അനിയനെ പോലെ കൂടെ കഴിഞ്ഞിരുന്ന എന്നോട് വേണ്ടായിരുന്നു കുമാരേട്ടൻ, എന്നോട് വേണ്ടായിരുന്നു. മഹാദേവ പോട്ടടാ, നീ എന്നെ കേട്ടാതെ പോയിന്നാ ഞാൻ കരുതിയത്. പോട്ടെ, വാ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഇനി എന്നെ വേദനിപ്പിക്കുകയോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാ വാ കേറ്. വാമോളെ, നമുക്കും കേറി ഒരു റൗണ്ട് അടിക്കാം. അയ്യേ, റൗണ്ട് അടിക്കാൻ പറ്റിയ സാധനങ്ങൾ ആ വൈക്കോട്ടൂരിന്റെ ചുറ്റും കിടന്ന് റൗണ്ട് അടിച്ചാൽ മതി. പോണല്ലേ, നീ വിടണ. ആ, ഇനി നിർത്ത, ഞാൻ ഓടിക്കാം. അതിന് ഞാൻ ഓടിക്കാറിയോ? ഓടിച്ച് പഠിക്കാം. അങ്ങനെ ഓടിച്ച് പഠിക്കണ്ട, പഠിച്ചിട്ട് ഓടിച്ചാ മതി. ആദ്യം പഠിച്ച ലൈസൻസ് എടുക്കാൻ നോക്കും. ലൈസൻസ് നിനക്കൂല്ലല്ലോ. ഞാൻ എടുക്കും. അങ്ങനെ വെറുതെ ഇരുന്നാലൊന്നും ലൈസൻസ് കിട്ടൂല. ആദ്യം 8 എടുത്ത് കാണിക്കണം. എന്തോന്ന്? കാർ ഓടിച്ച് 8 എടുത്ത് കാണിക്കണമെന്ന്. ഓ, അത്രേ ഉള്ളോ? 8 എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ 2 4 എടുത്ത് കാണിച്ചോളാം. ആ, പതുക്കെ, എന്തിനാ എത്ര സ്പീഡ്? നമ്മൾ ഇതിലെ സൈക്കിളും ചവിട്ടി വരുമ്പോ കണ്ട അലവലാദികളൊക്കെ കാറിലും ബൈക്കിലും ഇതിലും സ്പീഡിലല്ലേ പോരുന്നത്. ഇന്ന് എല്ലാത്തിനോടും പകരം വീട്ടിട്ട് തന്നെ കാര്യം.